ഒരു താമസിക്കാൻ വന്നപ്പോൾ നമ്മൾ കോട്ടയം ചങ്ങനാശ്ശേരിക്കാരാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫേമസ് ആണ് ഈസ്റ്ററിന് പാലപ്പവും താറാവ് കറിയും. താറാവ് മപ്പാസിലെ സ്റ്റൂ, താറാവ് ഡക്ക് സ്റ്റൂ നമ്മുടെ കോട്ടയം നാട്ടിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ ആളുകൾക്കും ഈസ്റ്ററിന് വെള്ളയപ്പവും താറാവ് കറിയാണ് കറി. അപ്പോൾ നമ്മളങ്ങനെ ശീലിച്ചവരായതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റ് വന്ന സമയത്ത് നമ്മൾ താറാവിനെ തപ്പിക്കണ്ടപ്പോൾ അതിന് കണ്ണട്ടം പറഞ്ഞു, എടി ചെങ്ങന്നൂർ ഇന്ന സ്ഥലത്തൊരു തടിമില്ലിനപ്പുറത്തൊരു താറാവ് കടയുണ്ട്, നമുക്കവിടെ നല്ല താറാമുട്ടയും കിട്ടും താറാവും കിട്ടും, അതവിടെ നമ്മൾ കണ്ടത്തിൽ നീന്തി കളിക്കുന്ന താറാവാണ്, നല്ല രുചിയുള്ള താറാവ്, നമുക്ക് വാങ്ങിക്കാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശിവഗംഗ ഇറക്കി ഓട്ടോയെ കയറി ഞങ്ങൾ രണ്ടുപേരും ആ താറാവ് വാങ്ങുന്ന കടയുടെ അവിടെ സൈഡിൽ വണ്ടി ഒതുക്കി ഞങ്ങൾ നടന്നു വന്ന് അങ്ങോട്ട്. ഞങ്ങൾ നടന്നു വരുമ്പോഴും ആ കടയ്ക്ക് അകത്തോട്ട് കയറി പോകുന്നത് മുഴുവൻ പച്ച ഹിന്ദി പറയുന്ന ബംഗാളികൾ, അതിനകത്തും ഈ ഇറച്ചി വെട്ടുന്നതും ബംഗാളി, തൂക്കുന്നതും ബംഗാളി, പീസാക്കി പൈസ വാക്കുന്നതും ബംഗാളി, വരുന്നവനും പോകുന്നവനും എല്ലാം പറയുന്നത് കടിച്ച പൊട്ടാത്ത ഹിന്ദി. ഞങ്ങൾ അവിടെ നിന്നും വിയർക്കുക. ഒരു മനുഷ്യൻ പോലും മലയാളികൾ അതിനകത്തില്ല. ഒരു മലയാളികൾ പോലും അവരോട് ഹിന്ദി പറയാൻ വരുന്നൊരു മലയാളികളും അതിനകത്തില്ല. ഞാൻ പറഞ്ഞു, കണ്ണാ പെട്ടല്ലോടാ, ഇവരോട് നമ്മൾ ഇനി എങ്ങനെ സംസാരിക്കും എന്നും പറഞ്ഞു നിന്നപ്പോൾ കണ്ണൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, ഞാൻ നിനക്ക് വേണ്ട സാധനം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം അയാൾ അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് ചോദിച്ചു എന്നാണ്. അപ്പം കാണ്ടൻ പറഞ്ഞു, ബൈ ദോ താറാവെന്ന് പറഞ്ഞു. അപ്പം ദോ താറാവ്, 2 കിലോ നൈ ദോ താറാവ്, 2 താറാവെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞവൻ 2 താറാവിനെ പിടിച്ചുകൊണ്ട് പോയി കണ്ടിച്ചു. അവനത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു നോക്കുമ്പോൾ ഇവൻ താറാവിനെ പീസാക്കി വെക്കുന്ന, നമുക്ക് പൈസ വാങ്ങിക്കുന്ന ഒരു മേശ, അതിനപ്പുറത്തൊരു മുറി നിന്ന് അവൻ തിരിഞ്ഞു നിന്നാണ് ഈ താറാവിനെ കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്നതിന് ഇപ്പുറത്തായിട്ട് ഒരു കൊട്ട നിറച്ച് താറാമുട്ട ഇരിക്കുന്നു, നല്ല മുഴുത്ത മുട്ട, ചേറ് പറ്റിയ നല്ല മുഴുത്ത മുട്ട ഇങ്ങനെ ഇരിക്കും അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു, നോക്കടാ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് താറാമുട്ട പുഴുങ്ങിയതും താറാമുട്ട റോസ്റ്റ്, താറാമുട്ടയും ഉരുളൻകിഴങ്ങും തീയൽ, ഇതൊക്കെ എനിക്ക് താറാമുട്ടയ്ക്കകത്ത് ഈ കുഞ്ഞ് പൊടിയായിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് കുരുമുളക് ഇട്ട് വറുത്ത, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് താറാമുട്ട പൊതുവെ ഭയങ്കര ഇഷ്ടം. ഇവിടെ താറാമുട്ട വാങ്ങിയാണ്ടല്ലോ ഒരു 10 മുട്ട ഈ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു 3-4 എണ്ണം അതിനകത്ത് ചീഞ്ഞതായിരിക്കും. പക്ഷേ ഈ താറാവ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല മുട്ട കിട്ടുമല്ലോ. അപ്പം നമ്മൾ കണ്ടിട്ട് തോന്നറോ താറാമുട്ട, നമുക്കൊരു 10-20 മുട്ട വാങ്ങിച്ചുകൊണ്ട് പോകാടാ, നല്ല മുട്ടയായിരിക്കും പറഞ്ഞു. കണ്ണൻ പറഞ്ഞു, വാങ്ങിക്കാം, പക്ഷെ ഒരു കുഴപ്പമുണ്ടൊരു സോമിയെ. ഞാൻ ചോദിച്ചു, എന്താ കണ്ണേട്ടാ, ഇവന്മാരോട് നമ്മൾ എങ്ങനെ താറാമുട്ടയെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇവന്മാരോട് എങ്ങനെ ചോദിക്കും? കണ്ണേട്ടാ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്തുവാടി? ഞാൻ പറഞ്ഞു, കണ്ണേട്ടാ ഈ താറാവിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഡക്കെന്നല്ലേ? ഡക്ക് താറാവാ. കണ്ട എഗ്ഗല്ലേ, മുട്ട, എഗ്ഗ്. ശരിയാടി, ഡക്ക് എഗ്ഗ് താറാമുട്ട. ഇവന്മാർക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കും, ഡക്ക് എഗ്ഗ് താറാമുട്ട. ഞാൻ പറഞ്ഞാൽ കണ്ണാ, ഡക്ക് എഗ്ഗ് താറാമുട്ട, ഇനി എത്ര രൂപയാണെന്ന് ഇവന്മാരോട് എങ്ങനെ ചോദിക്കും? സോ സിമ്പിൾ, കിത്തന രൂപയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ മുണ്ട് മടക്കി അങ്ങോട്ട് കൊടുത്ത് ജയിച്ച് രാജാവായി. ഡക്ക് എഗ്ഗ് കിത്തന രൂപയാ ചോദിച്ചാൽ മതിയല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് ആ ബില്ലടിക്കുന്ന മേശയും കഴിഞ്ഞ് അകത്തവൻ ഇറച്ചി വെട്ടുന്ന കടയിൽ അവിടെ അവൻ തിരിഞ്ഞു നിൽക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് ഇവൻ്റെ പുറകെ നിന്ന ഈ സംസാരം, അത് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയല്ല. ഒരു 1.5 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഈ ഡക്ക് എഗ്ഗ് കിത്തന രൂപയെ കണ്ടുപിടിക്കാൻ. അപ്പം ഇവൻ അങ്ങോട്ട് കന്നഡർ അങ്ങോട്ട് കയറിച്ചെന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കുക, അവനിത് മനസ്സിലാവുമോ എന്നറിയാൻ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. ഒരു തെങ്ങിൻ ചോട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ചകൾ മുഴുവൻ നടത്തിയത്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല. ഈ ഇറച്ചി വെട്ടുന്നവൻ തിരിഞ്ഞു നിൽക്കുക. പിന്നെ അവിടെ കുറേ ഹിന്ദിക്കാർ നിൽപ്പുണ്ട്. കണ്ണടർ അങ്ങോട്ട് ജയിച്ച ഭാവത്തിൽ രാജാവല്ലേ, നമുക്കെന്തോ പദവി കിട്ടിയ രീതിയിൽ അങ്ങോട്ട് മുണ്ടൊക്കെ മാടക്കെ കൂത്തി കയറി അങ്ങോട്ട് എന്നിട്ട് അവനിങ്ങനെ നിന്ന് ഇറച്ചി വെട്ടുക. അപ്പോൾ തോളിലിങ്ങനെ തട്ടി ബായ്. അപ്പോൾ ഇങ്ങനെ ഗൗരവത്തിൽ നോക്കി. അപ്പം മിണ്ടുന്നില്ല. വീണ്ടും ബായ് ഇങ്ങനെ ചോദിച്ചു, ബൈ ഡക്ക് എഗ്ഗ് കിത്തന രൂപയാ? ഞാളിങ്ങനെ നോക്കിയിട്ട് വീണ്ടും ഇവൻ വെട്ടുക. ഓയ് ബായ് ഡക്ക് എഗ്ഗ് കിത്തന രൂപയാ എന്ന് ചോദിച്ചു. ബായ് ദോ ഡക്ക് എഗ്ഗ് കിത്തന രൂപയാ ബായ് എന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്നെ നോക്കുക. എങ്ങനെ സൂപ്പർ എന്ന് പറഞ്ഞു. അവൻ താറാവിനെ വെട്ടി കവറിലാക്കി ഇങ്ങനെ കെട്ടി തിരിഞ്ഞു നിന്നിട്ട്, എന്നാ ചേട്ടാ താറാവ് എത്ര താറാമുട്ട വീഴുന്നു? അപ്പോൾ ഈ മനുഷ്യന്റെ മുഖവേ അവൻ ഉടനെ ചോദിക്കുക, ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇട്ടിട്ട്, എന്നാ ചേട്ടാ താറാവ്, ചേട്ടൻ എത്ര താറാമുട്ട വേണമെന്നു? ഉടനെ കണ്ണടനുണ്ടല്ലോ വിളറി വെളുത്ത്